കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികൾക്ക് 2023 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള പാർട്ട് ബിയിൽ വരുന്ന 19ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചാപ്റ്ററുകളും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ആ ഒരു ലിങ്കിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ക്ലാസ് ലഭിക്കുന്നതാണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ അസർട്ടൈൻ ടോട്ടൽ പർച്ചേസസ്. ടോട്ടൽ പർച്ചേസസ് കണ്ടെത്താനാണ് പറയുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഓൺ 1/1/2020 14,000. Then cash paid to creditors 10,000. Discount allowed by them 500. Bills payable given 10,000. Returns outward 3,000. Balance of creditors on 31st December 2020 25,000. Cash purchases 10,000. ഇത്രയും ഐറ്റംസ് ആണ് തന്നത്. സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് ബാലൻസ് നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അതായത് ബൈ ബാലൻസ് ബ്രോഡോൺ എന്ന് പറഞ്ഞിട്ട് 14,000 വരും. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ നേരെ ഓപ്പോസിറ്റ് ആണ് വരേണ്ടത്. ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് ബാലൻസ് വരിക. അതേപോലെ ക്ലോസിംഗ് ബാലൻസ് എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. ക്ലോസിംഗ് ബാലൻസ് ഇവിടെ 25,000 ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ആണ് 10,000. ഓക്കെ, ഈ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് നമ്മൾ എങ്ങനെ കാണിക്കണം? ജേണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത്? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് ആണ്. അപ്പോൾ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കും. ഓക്കെ, ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 10,000 കാണിക്കുന്നു. ഇനി അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള മറ്റൊരു ഐറ്റമാണ് ബിൽസ് പേബിൾ ഗിവൺ 10,000 എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അതായത് എങ്ങനെ വരും? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ബിൽസ് പേബിൾ എന്ന് വരും. അപ്പോൾ ഇവിടെ ബിൽസ് പേബിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ഓക്കെ, ബിൽസ് പേബിൾ എന്ന് പറഞ്ഞിട്ട് എത്ര വരും? 10,000 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ആ ഒരു കാര്യം കാണിക്കുന്നു. ഇനി ഡിസ്കൗണ്ട് അലോഡ് ആണ്. ഡിസ്കൗണ്ട് അലോഡ് എങ്ങനെ വരും? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ഡിസ്കൗണ്ട് എന്നുള്ളതാണ് കാണിക്കേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് വരും? ഡിസ്കൗണ്ട് അലോഡിൻ്റെ കേസിൽ ടു ഡിസ്കൗണ്ട് എന്ന് വരും. അതായത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ഡിസ്കൗണ്ട് ആണ്. ഇപ്പോൾ ടു ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ എത്രയാണ് എമൗണ്ട് വരുന്നത്? 500 ആണ് എമൗണ്ട് വരുന്നത്. ആ 500 കാണിക്കുന്നു. ഇനി അതേപോലെ നമ്മുടെ ക്വസ്റ്റ്യനിൽ റിട്ടേണിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. റിട്ടേണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നത് എത്രയാണ്? റിട്ടേൺ ഔട്ട്വേർഡ് 3,000 ആണ്. റിട്ടേൺ ഔട്ട്വേർഡ് വരുമ്പോഴും അത് എവിടെയാണ് കാണിക്കേണ്ടത്? ടു റിട്ടേൺ എന്നും പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. അതായത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റ് ടു റിട്ടേൺസ് എന്നാണ് ജേണൽ എൻട്രി വരിക. അപ്പോൾ ടു റിട്ടേൺ എന്ന് എവിടെ ഉണ്ടാവും? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. എത്രയാണ് എമൗണ്ട്? 3,000 ആണ്. ഇനി ഇവിടെ ക്ലോസിംഗ് ബാലൻസ് കൂടെ കാണിച്ചു. ക്ലോസിംഗ് ബാലൻസ് കാണിച്ചതിന് ശേഷം നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ടോട്ടലി കൂടുതൽ വരുന്നത് എവിടെയാണ്? ഡെബിറ്റ് സൈഡിലാണ്. ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 48,500 എന്ന് കിട്ടും. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലും കാണിക്കുന്നു 48,500. ഓക്കെ, അപ്പോൾ ഇവിടെ 48,500 നിന്നും 14,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബാലൻസ് ആണ് എത്ര? 34,500 എന്ന് പറയുന്നത്. ഈ ബാലൻസിങ് ഫിഗർ നമ്മൾ ബൈ ക്രെഡിറ്റ് പർച്ചേസ് എന്നും പറഞ്ഞിട്ടാണ് കാണിക്കുക. ആ കിട്ടിയിരിക്കുന്നത് എന്താണ്? ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ടോട്ടൽ പർച്ചേസ് കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ടോട്ടൽ പർച്ചേസ് കിട്ടാനുള്ള
ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ക്യാഷ് പർച്ചേസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ക്രെഡിറ്റ് പർച്ചേസ് നമുക്ക് കിട്ടി 34,500 ആണ്. ക്യാഷ് പർച്ചേസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 10,000 ആണ്. അപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 44,500 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എന്ത് ടോട്ടൽ പർച്ചേസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീണ്ടും കാണാം. താങ്ക്